നമസ്കാരം കുമാർജി. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു. അവിടെ ഭീകരവാദ പാർട്ടിയായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി തോറ്റ് തുന്നമ്പാടി. താരതമ്യേന കുറച്ചുകൂടി തീവ്രത കുറഞ്ഞ ഒരു പക്ഷേ ഒരു എക്സ്ട്രീമിസ്റ്റ് കക്ഷി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള BNP ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. അത് വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അവിടുത്തെ സാധാരണ ജനത, അതായത് അവാമി ലീഗിനെയൊക്കെ പിന്തുണയ്ക്കുന്ന സാധാരണ ജനത BNP പിന്തുണച്ചു എന്നൊക്കെയാണ് പൊതുവായുള്ള വിലയിരുത്തൽ. എന്തു പറയുന്നു? അല്ല, ഈ സാധാരണ ജനത BNPയെ പിന്തുണച്ചു എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ആ വിജയം? അതായത് ഒരു 300 അംഗ പാർലമെൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഈ 300 അംഗ പാർലമെൻറ്റിൽ ഈ വോട്ടിംഗ് എണ്ണൽ പുരോഗമിക്കുന്നേ ഉള്ളൂ. അതിൽ 212 സീറ്റുകളും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി വിജയിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും അതൊരു നല്ല വിജയം തന്നെയാണ്, തിളക്കമാർന്ന വിജയം തന്നെയാണ്. 3-2 ഭൂരിപക്ഷത്തോടു കൂടി ആ പാർട്ടി വിജയിച്ചു വന്നിരിക്കുന്നു. BNP മുന്നണിയാണ്. BNP നേതൃത്വം നൽകുന്ന മറ്റ് 1-2 ചെറിയ പാർട്ടികൾ കൂടിയുണ്ട്. എങ്കിൽ പോലും BNPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നത് 151 ആണ്. അവിടുത്തെ 181 അവിടുത്തെ മാജിക് സംഖ്യ എന്ന് പറയുന്നത്. അത് കടന്നിരിക്കുന്നു, 212 3-2 ഭൂരിപക്ഷം ആ പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിജയം തന്നെയാണ്. ഈ വിജയത്തിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ബീഗം ഖാലിദ സിയയുടെ മരണവുമായി ബന്ധപ്പെട്ട് തുടർന്നുണ്ടായ ഒരു സഹതാപ തരംഗം. അത് അവരുടെ ഒരു, നമുക്കറിയാം, ദീർഘകാലം പ്രധാനമന്ത്രിയായിരുന്ന, അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് മുൻ പ്രസിഡൻ്റായിരുന്നു. ഇവർ രണ്ടുപേരുടെയും മകനാണ് വരുന്നത്. അദ്ദേഹം ഏതാണ്ട് 17 വർഷക്കാലത്തോളം ഒരു സെൽഫ് ഇമ്പോസ്ഡ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ പ്രവാസ ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരുന്നു. അതിനുശേഷം ഖാലിദ സിയ, മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയ അന്തരിക്കുന്നു. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു സഹതാപ തരംഗം ഒരു ഫാക്ടറാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ അവാമി ലീഗിൻ്റെ ഒരു പിന്തുണയാണ്. അവാമി ലീഗിൻ്റെ പിന്തുണ എന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള പിന്തുണയൊന്നുമല്ല. അവാമി ലീഗ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. പക്ഷേ അവാമി ലീഗിൻ്റെ നേതാവിനെ, ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി അവിടെ ഒരു രാജ്യത്തൊരു അരാജകത്വം സൃഷ്ടിച്ച ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരു പക്ഷേ ഈ അവാമി ലീഗിൻ്റെ വോട്ട് ബാങ്കിൽ നിന്നും വലിയൊരു വിഭാഗം നമ്മുടെ BNPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാകും. BNPയും അവാമി ലീഗും പരസ്പര വൈരികളാണ്, ബദ്ധവൈരികളായ 2 രാഷ്ട്രീയ പാർട്ടികളാണ്. പക്ഷേ എങ്കിൽ പോലും അവിടെ ഒരു മൂന്നാമത്തെ ശത്രു വന്ന നിലയ്ക്ക് ഇവർ പരസ്പരം സഹകരിച്ചിരിക്കാം. അങ്ങനെയാണ് ഈ ഒരു വലിയ വിജയമുണ്ടായത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്ന ഒരു ജനത BNP പിന്തുണച്ചു. പക്ഷേ ഇതിനകത്ത് മറ്റൊരു ഇന്നർ കറണ്ട് ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. അതായത് ഇപ്പോൾ ഈ മുന്നണിയിൽ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകിയ മുന്നണി മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ ചേരിയിൽ, ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭത്തിൽ, പ്രത്യേകിച്ചും ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭത്തിലും അതോടൊപ്പം തന്നെ ഹിന്ദു കൂട്ടക്കൊലയിലൊക്കെ ഇവരോടൊപ്പം നിന്നത് നേരത്തെ പാകിസ്ഥാൻ വിമോചന കാലഘട്ടത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ച റസാക്കർമാരാണ്. ഈ റസാക്കർമാരാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ആർമിയുടെ തന്നെ വലിയൊരു ശതമാനം, ഏകദേശം 40% റസാക്കർമാരാണ് ഈ പ്രക്ഷോഭത്തിന് ഏറ്റവും കൂടുതൽ മുന്നണിയിൽ നിന്നതും ഈ റസാക്കർമാരാണ്. പക്ഷേ ആ സമയത്ത് ബംഗ്ലാ സംസ്കാരത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന സാധാരണ മുസ്ലിം, ഒരു ലിബറൽ മുസ്ലിം എന്നൊക്കെ പറയാവുന്ന ബംഗ്ലാദേശി മുസ്ലിം അതിൻ്റെ പിന്നണിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ശരിയായ രീതിയിൽ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം വന്നപ്പോൾ അവരിതിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. അവർ രാജ്യത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീർത്തും ഒരു ഭീകരവാദത്തിലേക്ക്, അതായത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഒരു ഭീകരവാദത്തിലേക്ക് രാജ്യം ചെന്ന് വീഴാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ കൂടി ഇതിനെ കണക്കാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ പലപ്പോഴും പല വിദഗ്ധരും പറയുന്നത് പാകിസ്ഥാനിലേക്കൊക്കെ പോകാനുള്ള ഇടയുണ്ടെന്ന്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴും ബംഗ്ലാദേശ് തങ്ങളുടെ ജനാധിപത്യ ബോധത്തെ കൈവിട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയിലേക്ക് പോകുന്നതും. BNP തീർച്ചയായിട്ടും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യും, പാകിസ്ഥാനെ അത്ര കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, ഇന്ത്യയിൽ നിന്ന് പലരും ആ ഒരു രീതിയിലാണ് കാണുന്നത്. കാരണം അടുത്ത ഭരണകൂടം അവരെങ്ങനെയായിരിക്കും ഇന്ത്യയോട് പെരുമാറുക? നമ്മുടെ പല ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ചർച്ചകൾ വരുന്നത് ഞാൻ കണ്ടു. അതായത് ഇനി ഹിന്ദു വേട്ട അവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പാകിസ്ഥാൻ, ചൈന, ബംഗ്ലാദേശ് നെക്സസ് ഉണ്ടാകും. അത് നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സെക്യൂരിറ്റിയെ ബാധിക്കും, വ്യാപാര ബന്ധം
പ്രശ്നത്തിലാകും. ഇപ്പോൾ തന്നെ അദാനിയും മറ്റുമൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് സ്വാഭാവികമായി തന്നെ, അതായത് പണ്ടുകാലം മുതൽ തന്നെ ഒരു പാകിസ്ഥാൻ അനുകൂല നിലപാടുണ്ടായിരുന്നുവെന്നും അതിനിയും ആവർത്തിക്കുമെന്നും അത് ഇന്ത്യക്ക് ദോഷകരമാകും എന്നുമൊക്കെയാണ് പല ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു ശക്തി ബംഗ്ലാദേശിൽ വളർന്നു വരികയും അവർ അവിടെ ഭരണത്തിലേക്ക്, അതായത് നിലവിലുള്ള പ്രധാനമന്ത്രിയെ പുറത്താക്കിക്കൊണ്ട് അവിടെ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ ആ ഒരു ഫോഴ്സിനെ എന്തായാലും ബംഗ്ലാദേശിൻ്റെ ജനത ഭയപ്പെടണം. അങ്ങനെ ഒരു ഭയപ്പാട് ഉണ്ടായി. അതിനെതിരെ അവർ ഭയപ്പെട്ട് കീഴടങ്ങുകയല്ല ചെയ്തത്, അവർ ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിച്ചു. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ ഏറ്റവും വലിയ മുസ്ലിം പാർട്ടിയാണ്. മാത്രമല്ല അതിനോടൊപ്പം ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ സമരം നടത്തിയ ഒരു വലിയ വിഭാഗം ചേർന്ന് രൂപം കൊടുത്ത NCP അടക്കമുള്ള 11 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിനെ, ഈ മുന്നണിയെ തോൽപ്പിക്കുക എന്നത് ചെറുതായിരുന്നില്ല. അതിനെ തോൽപ്പിച്ചു എന്ന് മാത്രമല്ല, വലിയ വിജയം നേടിയെങ്കിൽ ബംഗ്ലാദേശ് ജനത ഈ പറയുന്ന ആ ഒരു വലിയ വർഗീയ ഭീകര ശക്തി ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം നൽകുന്ന ശക്തികളോട് കൃത്യമായ നോ പറഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം. ഇനി ഇതിനെ ഇന്ത്യയെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് ഈ പറയുന്നത് പോലെ വലിയൊരു കൺസേൺ ഉണ്ടാക്കേണ്ട പ്രശ്നം നമുക്കില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക അവിടുത്തെ ഹിന്ദുക്കളെ ഓർത്തിട്ട് മാത്രമാണ്. അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദുക്കൾക്കെതിരെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരുന്ന, ഷെയ്ഖ് ഹസീന പുറത്തായതിനു ശേഷം നടന്നു വരുന്ന ആ ഒരു കൂട്ടക്കൊല, 2000-ലധികം ആക്രമണങ്ങൾക്കാണ് ഹിന്ദുക്കൾക്കെതിരെ ഉണ്ടായത്. 28 കൊലപാതകങ്ങൾ നടന്നു. 100 കണക്കിന് ബലാത്സംഗ കേസുകളാണ് ഉണ്ടായത്. ആരാധനാലയങ്ങളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം നിരന്തരം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലാണ് സത്യത്തിൽ ഇന്ത്യക്ക് ആശങ്ക. മറ്റ് പ്രധാനപ്പെട്ട നയതന്ത്ര ബന്ധമാണ്. ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലമാണ് ഈ പറയുന്ന പോലെ നയതന്ത്ര രംഗത്തെ വിദഗ്ധരും ഉദ്യോഗസ്ഥരും എല്ലാം പറയുന്നത് ഒരു സുവർണ കാലഘട്ടം. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൻ്റെ ഒരു സുവർണ കാലഘട്ടം അതായിരുന്നു. ആ സമയത്ത് വ്യാപാരം തടിച്ചു കൊഴുക്കുന്നു. ഇന്ത്യ പറയുന്നിടത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ പെരുമാറിയിരുന്നു. അതോടൊപ്പം തന്നെ ചൈനയെ ഒരു വെളിപ്പാടകലെ അവർ അകറ്റി നിർത്തിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാനി പ്രോക്സി ഭീകര സംഘടനകൾക്ക് ബംഗ്ലാദേശിൻ്റെ മണ്ണ് അനുവദിക്കാതിരിക്കാൻ ഷെയ്ഖ് ഹസീന വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ആ ഒരു നിലപാട് BNPയിൽ നിന്ന് നമുക്കുണ്ടാവുമോ എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്നത് പോലെ BNP ഇനിയിപ്പോൾ താരിഖ് റഹ്മാൻ പാകിസ്ഥാനുമായി കൈകോർത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, പാകിസ്ഥാനുമായി അവർ നേരത്തെ ഉള്ളതുപോലെയുള്ള ബന്ധമുണ്ടാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ, അത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സെക്യൂരിറ്റിയിൽ ചെറിയൊരു ആശങ്ക ഉണ്ടാകുമെന്നല്ലാതെ ആ ഒരു സുരക്ഷയൊന്നും ബാധിക്കില്ല. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ നോക്കാൻ കൃത്യമായി തന്നെ ഇപ്പോൾ ഇന്ത്യക്ക് അറിയാം. ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചിട്ട് സാധിച്ചിട്ടില്ല, പിന്നെ ഈ BNP വിചാരിച്ചിട്ട് സാധിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നേരെ മറിച്ച് മറ്റൊരു പ്രശ്നമുള്ളത്, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോൾ ഉള്ളത് ഷെയ്ഖ് ഹസീനയാണ്. ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ട്. ഷെയ്ഖ് ഹസീനയെ തുടർന്നും BNP, അതായത് ജമാഅത്തെ ഇസ്ലാമി ചെയ്തതുപോലെ ഷെയ്ഖ് ഹസീനയെ ഞങ്ങൾക്ക് വേണം, അവരെ തൂക്കിക്കൊല്ലും, അവരെ എക്സിക്യൂട്ട് ചെയ്യണം എന്നൊരു കടും പിടുത്തത്തിൽ നിന്നാൽ ഇന്ത്യക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു അതിർത്തി രാജ്യം, അവിടെ നിന്ന് വന്ന അവരുമായിട്ടൊരു കുറ്റവാളികളെ കൈമാറാനുള്ള കരാറ് പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര വേദികളിൽ പോലും ഈ ഷെയ്ഖ് ഹസീനയുടെ വിഷയം ഉന്നയിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമാണ് ഒരു ചെറിയ പ്രഷർ എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ ഷെയ്ഖ് ഹസീനയെ ജമാഅത്തെ ഇസ്ലാമി ഡിമാൻഡ് ചെയ്തതുപോലെ ഇവർ വീണ്ടും ആവശ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ച ആ വോട്ടിംഗ് ഘടകം തന്നെയാണ്. കാരണം അവാമി ലീഗിൻ്റെ വോട്ടർമാരും പിന്തുണച്ചത് കൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് ഇത്ര വലിയൊരു വിജയം നേടിയത്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീനയെ തൂക്കിലേറ്റണമെന്നോ എക്സിക്യൂട്ട് ചെയ്യണമെന്നോ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലെ ജനതയ്ക്ക് ആവശ്യമില്ല. ഷെയ്ഖ് ഹസീന ഒരു രാഷ്ട്രീയത്തിൽ കൂടുതൽ ആക്റ്റീവ് ആകാതിരുന്നാൽ അതൊരു പരിധിവരെ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിക്ക് സേഫായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കും. അതുകൊണ്ട് അവർ വലിയ രീതിയിൽ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തില്ല എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. മാത്രമല്ല വ്യാപാര രംഗത്ത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഏതാണ്ട് 13-14 ബില്യൺ ഡോളറിൻ്റെ വ്യാപാരമുണ്ട്. അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? നയതന്ത്ര ബന്ധം ഇത്ര രൂക്ഷമായിട്ട് പോലും അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. ഇന്ത്യ ഏതാണ്ട് $1 ബില്യൺ വൈദ്യുതി ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഈ ഇന്ത്യക്ക് ഒരു ട്രേഡ് സർപ്ലസ് ആണുള്ളത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ. അത് വളരെ നിർണായകമായ ഒരു ഘടകമാണ്. പക്ഷേ എങ്കിലും ബംഗ്ലാദേശ് ഡിപ്പെൻഡൻ്റ് ആണ് ഇന്ത്യക്ക് മേൽ. കാരണം ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ കോട്ടൺ ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വലിയ വേൾഡ് മാർക്കറ്റുണ്ട്. എനിക്ക് തോന്നുന്നു യൂറോപ്പിലും മറ്റും
ഇപ്പോൾ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വരുന്നതിന് മുമ്പ് ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെയും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വലിയൊരു ഇന്ത്യയെക്കാളേറെ അവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടായിരുന്നു. അമേരിക്കൻ മാർക്കറ്റ് ആയാലും മറ്റ് പല വിദേശ മാർക്കറ്റുകളിലും ബംഗ്ലാദേശ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് വലിയൊരു ഹോൾഡ് ഉണ്ട്. പക്ഷേ ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ 80% കോട്ടണും സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഒരു ഡിപ്പെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് പെട്ടെന്ന് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിച്ച് പാകിസ്ഥാനുമായി കൈകോർക്കാൻ കഴിയില്ല. പാകിസ്ഥാനുമായി എത്രമാത്രം പാകിസ്ഥാനിലെ ഗോതമ്പിൻ്റെയും മറ്റുമൊക്കെ വിലയുടെ കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് പാകിസ്ഥാനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ചൈനയ്ക്ക് ഇതുപോലുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് നൽകാൻ, ചൈനയുടെ ഫിനിഷ്ഡ് ഗുഡ്സ് ഡംപ് ചെയ്യാൻ സാധിക്കും ബംഗ്ലാദേശിൽ. പക്ഷേ തന്ത്രപരമായ ഇത്തരത്തിലുള്ള ഒരു വ്യാപാര മേഖലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, കോട്ടൺ പോലെയുള്ള മേഖലകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചൈനയ്ക്കാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈന ഒരു പരിധിവരെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് ബംഗ്ലാദേശിനെ വരുതിക്ക് നിർത്താൻ ശ്രമിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയുടെ ബന്ധം എന്ന് പറയുന്നത് കുറച്ചുകൂടി ബുദ്ധിപരമാണ്. വ്യാപാര ബന്ധം, അതോടൊപ്പം തന്നെ മറ്റ് സാംസ്കാരികമായ ബന്ധമുണ്ട്. 71-ൽ ഇന്ത്യയാണ് ഇങ്ങനെ ഒരു രാജ്യത്തെ സൃഷ്ടിച്ചതിൻ്റെ നിർണായക പങ്ക് വഹിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം BNPയുമായും കാത്തു സൂക്ഷിക്കാൻ തന്നെയാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു ബെസ്റ്റ് വിഷസ്, അതായത് വിജയത്തിൽ ഉടൻ തന്നെ അദ്ദേഹം പ്രതികരിച്ചുകൊണ്ട് എഴുതിയ അഭിനന്ദനങ്ങൾ, അതിനെ നമുക്കൊരു കാൽക്കുലേറ്റഡ് അല്ലാതെയുള്ള ഒരു വാക്യമായി നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനു മുന്നേ തീർച്ചയായിട്ടും താരിഖ് റഹ്മാനുമായിട്ടുള്ള ചർച്ചകളൊക്കെ നടന്നു കാണണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഷെയ്ഖ് ഹസീനയുടെ ഒരു സുവർണ്ണ കാലഘട്ടം വരുമെന്ന് തോന്നുന്നില്ല, തിരികെ വരുമെന്ന് തോന്നുന്നില്ല. അത് BNPയുടെ ഒരു രാഷ്ട്രീയ നയമനുസരിച്ച് തിരികെ വരുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ബംഗ്ലാദേശിന് കൊണ്ടുള്ള തലവേദന ഒരു പരിധിവരെ ഒഴിഞ്ഞുവെന്ന് വേണം കരുതാൻ. ഈ ഹിന്ദു വംശഹത്യയൊക്കെ ഇത്രയധികം പേസിൽ നടന്നില്ലെങ്കിലും ഹിന്ദുക്കൾ വീണ്ടും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം ജമാഅത്തെ ഇസ്ലാമി ഒരു ഭാഗത്തുണ്ട്, അത് നിരോധിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെയല്ല എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകും. പക്ഷേ ഒരു പരിധിവരെ ബംഗ്ലാദേശിനെ കൊണ്ടുള്ള തലവേദന ഇന്ത്യക്ക് ഇല്ലാതെയാവും. അല്ലാതെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾക്കോ അമേരിക്ക ഇന്ത്യക്ക് മുന്നിൽ വാതിൽ കൊട്ടി അടച്ചിട്ട് ഇന്ത്യ പേടിച്ചിട്ടില്ല. പിന്നെയാണോ ബംഗ്ലാദേശ് കൊട്ടി അടച്ചാൽ പേടിക്കുക? യഥാർത്ഥത്തിൽ കുമാർജി പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തവം. അതായത് ഇനി ഒരു വലിയ തലവേദന, അതായത് ജമാഅത്തെ ഇസ്ലാമി അവിടെ വന്നാലുണ്ടാകുന്ന രീതിയിലുള്ള വലിയൊരു അപകടം ഇപ്പോൾ ഇനി എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം മുഹമ്മദ് യൂനസിൻ്റെ മാസ്റ്റർ പ്ലാനാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം. അതൊരു ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഒരു ഭൂപടമൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പാകിസ്ഥാനിലും തുർക്കിയിലേക്കുമൊക്കെ പോയി. അങ്ങനെ ആ ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ തകർന്നിരിക്കുകയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് പ്രധാനമായിട്ടും ഈ മേഖലയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. അതിനുകൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നടത്തി. അതിന് ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ പിന്തുണയുണ്ടായിരുന്നു. അത് കഴിഞ്ഞു പോയി. അത് മാത്രമല്ല, ഈ ബംഗ്ലാദേശിനപ്പം സൂചിപ്പിച്ച പോലെ ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടൊരു പൊക്കിൾക്കൊടി ബന്ധമാണ്. കാരണം ഇന്ത്യ തന്നെയാണ് ബംഗ്ലാദേശ്. പശ്ചിമ ബംഗാളിൻ്റെ ബംഗാളിൻ്റെ അവിഭക്ത ബംഗാളിൻ്റെ ഭാഗം തന്നെയാണ് ബംഗ്ലാദേശ്. സ്വാഭാവികമായും ഇന്ത്യൻ സാംസ്കാരികതയിൽ ബംഗ്ലാ സാംസ്കാരികതയിൽ വിശ്വസിക്കുന്നവരാണ് ബംഗ്ലാദേശ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയാണ് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സഖ്യകക്ഷിയായിട്ട് വരാൻ സാധ്യതയുള്ള ഇന്ത്യയാണ് അവർ ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് ചൈനയെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ നല്ലത്. കാരണം അവർക്കും നല്ല ബോധ്യമുണ്ട്, ചൈന വിശ്വസിക്കുന്നതിനേക്കാൾ ഇന്ത്യ വിശ്വസിക്കുന്നതാണ് നല്ലത്. ചൈന ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് എന്നൊരു ബോധ്യമൊക്കെ ഉണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൻ്റെ ടെക്സ്റ്റൈൽ വ്യാപാരം, ബംഗ്ലാദേശിൻ്റെ ടെക്സ്റ്റൈൽ വ്യാപാരത്തിന് ഇനി ഏത് അമേരിക്കയുമായിട്ട് അവർ വ്യാപാര കരാറിലെത്തിയാലും ഇന്ത്യയുമായുള്ളൊരു സ്വാഭാവിക ബന്ധം പോലെ, ഒരു ഇഴയെടുപ്പം പോലെ. കാരണം കാലങ്ങളായിട്ട് ഈ കോട്ടൺ ഉപയോഗിച്ച് കൊണ്ടിട്ടാണ് അവർ വസ്ത്രങ്ങൾ നെയ്യുന്നത്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള അത്തരത്തിലുള്ളൊരു വലിയ പാരമ്പര്യത്തിൻ്റെ കൂടി ഭാഗമാണ്. ഒരിക്കലും അവർക്കതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, റിവർ ട്രീറ്റി, ഗംഗാ നദിയുടെ ജലം ഷെയർ ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ടാണ്. ഇന്ത്യ ഒന്ന് കണ്ണടച്ചാൽ, ഇന്ത്യ ഒന്നൊന്ന് ഈ ഇൻഡസ് ട്രീറ്റി ഒക്കെ എടുത്ത് മാറ്റിയതുപോലെ ഈ ട്രീറ്റി ജസ്റ്റ് എടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബംഗ്ലാദേശിലേക്കുള്ള കൃത്യമായ രീതിയിലൊന്നും ജലം ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. അവിടുത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനെ ഇത് സാരമായ രീതിയിൽ ബാധിക്കും. ഇവിടുത്തെ കൃഷി ഉൾപ്പെടെ ഉള്ള കാര്യത്തിന് കൃത്യമായ രീതിയിൽ പണി കൊടുക്കാനും ഇന്ത്യക്ക് കഴിയണം. അങ്ങനെയുള്ള ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ബംഗ്ലാദേശിന് ചിന്തിക്കാൻ കഴിയില്ല. ഇനി അതിനപ്പുറം ഒരു എക്സ്ട്രീമിസ്റ്റ് ഫോഴ്സും, അതായത് ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു ഭീകരവാദ സംഘടനയുമല്ല. ജമാഅത്തെ BNPയും ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയും ഒരു ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതികൾ വച്ചു പുലർത്തുന്ന ഒരു പാർട്ടി തന്നെയാണ്. പക്ഷേ
ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു ഭീകരവാദ സംഘടനയല്ല. ഭീകരവാദ സംഘടന എന്ന് തന്നെ അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം അല്ല, സംഘടനയല്ല ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ആശങ്കകൾക്ക് പിന്നെ ഇന്ത്യ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ ഇന്ത്യ SIR നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി നേരത്തെ ആകുന്നത് പോലെയൊന്നും ഇനി ഒരിക്കലും ആകാൻ പോകുന്നില്ല. ഇന്ത്യയെ അങ്ങനെ കണ്ണുവയ്ക്കാനൊന്നും ബംഗ്ലാദേശിനെ കൊണ്ടോ ചൈനയെ കൊണ്ടോ സാധ്യമല്ല. അതെ, ഒരു വെല്ലുവിളി ഉയർത്താൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, മറ്റൊരു വേർഷൻ കൂടി വരുന്നുണ്ട്. അതായത് ഇനി താരിഖ് റഹ്മാനും മോദിയും തോളിൽ കൈയിടും, മോദിയും താരിഖ് റഹ്മാനും കൂടി ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കും. അതും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ആർഗ്യുമെൻ്റ് അല്ല. ഈ രണ്ട് രാജ്യങ്ങളാണ്, അതേ രീതിയിൽ പോകേണ്ട രീതിയിൽ തന്നെ പോവുകയും ചെയ്യും. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ നമ്മൾ ഈ ഘട്ടത്തിൽ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ബംഗ്ലാദേശിലെ ജനത പോലും കേരളത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ബംഗ്ലാദേശിൻ്റെ ലിറ്ററസി എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ജനത പോലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടനയെ എതിർത്തു. പക്ഷേ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാനായി രാഷ്ട്രീയ കേരളം എന്തൊക്കെ കോപ്രായത്തരങ്ങൾ കാണിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചിന്തിക്കണം. തീർച്ചയായും. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.